നമസ്കാരം. ശോഭനയും ലാലേട്ടനും വീണ്ടും ഒരു താര ജോഡി. വീണ്ടും എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? തുടരും എന്താണ് ആ ചിത്രത്തെ കുറിച്ച് പറയാനുള്ളത്? മോഹൻലാൽ ശോഭന ജോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളികളോട് പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് ആ താര ജോഡിയിൽ ഇറക്കിയേക്കുന്നത്. വെള്ളാനകളുടെ നാട് ഒടുങ്ങി ഒരുപാട് പടങ്ങൾ, സൂപ്പർ ഹിറ്റുകൾ പടങ്ങളായിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് തുടരും എന്ന സിനിമയിൽ നമ്മളൊരു ശരിക്കും താര ജോഡികളിൽ വെച്ച് ഏറ്റവും ടോപ്പ് ലെവലിലല്ലേ ലാലേട്ടനും ശോഭനയും? അതൊരു നല്ലൊരു കോംബോ ആണ്. മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുന്നതും ഇനി കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു താര ജോഡികളാണ് മോഹൻലാൽ ശോഭന എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ അത്യാവശ്യം സോങ്ങുകളുണ്ടായിരുന്നു, പാട്ടുകളുണ്ടായിരുന്നു, കേട്ടായിരുന്നു, ഇഷ്ടപ്പെട്ടായിരുന്നു? അയ്യോ, വളരെ ഭംഗിയുള്ള പാട്ടുകളാണ്. ശരിക്കും മലയാളി പ്രേക്ഷകർക്ക് കുടുംബത്തോടൊപ്പം ചെന്നിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ചിത്രം? അതായത് ഒരുപാട് നാടുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കുടുംബസമേതം നമ്മൾക്ക് വെയിറ്റിംഗിലിരിക്കുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം. അതെ അതെ അതെ. അത് ശോഭനയുടെ ഒരു കരിയറിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയേ അല്ല. എന്നാലും ലാലേട്ടനൊപ്പം വീണ്ടും ആ ഒരു ജോഡിയിലേക്ക് എത്തിയപ്പോൾ ചേട്ടൻ്റെ ഫാമിലിക്ക് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച്? ഫാമിലിക്ക് മൊത്തം ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മോഹൻലാൽ ശോഭന എന്നുള്ള ഒരു കോംബോ. അപ്പോൾ വീട്ടുകാരും അതിന് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സിനിമ റിലീസിന് തന്നെ പോകണം എന്നുള്ള ഒരു അതെ 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 കുടുംബസമേതം പോകാനായിട്ടുള്ള തീരുമാനത്തിലാണ്. തീർച്ചയായിട്ടും തിയേറ്റർ തൂത്തു പോരോ ഈ ഒരു ചിത്രം? പ്രതീക്ഷിക്കുന്നത് നമ്മ എന്തായാലും ഫാമിലിക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും. അതെ അതെ. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഏതൊരു ചിത്രവും റിലീസ് ചെയ്യുന്നതിന് മുൻപേ, മാസങ്ങൾക്ക് മുൻപേ തന്നെ ഹൈപ്പ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഹൈപ്പ് കൊടുക്കുന്ന മിക്ക ചിത്രങ്ങളും 10 നില പൊട്ടാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ഹൈപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കാണും. ഇത് കണ്ടു കഴിയുമ്പോൾ ഈ പടം പോരാ എന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും ഡയറക്ടർക്കും തോന്നും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ കാശ് പോകരുതല്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഹൈപ്പ് കൊടുത്തിട്ട് ഈ സാധനം ഫുള്ള് എല്ലാ തിയേറ്ററുകളിലും ഒറ്റ വൈഡ് റിലീസ് എന്ന് പറഞ്ഞിട്ട് സംഭവം കൊടുക്കുന്നത്. അതായത് പൈസ നഷ്ടപ്പെടാതിരിക്കാനാണ്. അവർക്കറിയാം അവരെടുത്ത പടം പോരാ, എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ പടം പോരാ എന്ന് അവർക്ക് തന്നെ തോന്നുന്നു. അങ്ങനെയാണ് ഇത് പ്രേക്ഷകരെ വശീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മിക്ക പടങ്ങൾ ഹൈപ്പ് കൊടുത്തതിന് 10 നിലയിൽ പൊട്ടിയ കാര്യം നമ്മൾ നേരിൽ കണ്ടതാണ്. ശരിക്കും ഒരു ചിത്രം റിലീസിങ്ങിന് മുൻപേ തന്നെ ഇത്തരം രീതിയിൽ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? പ്രേക്ഷകരെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞൊരു പടം. അന്ന് അതിനൊരു ഹൈപ്പും കൊടുക്കാണ്ട് വളരെ നോർമലായിട്ടാണ് ആ സിനിമ പൃഥ്വിരാജ് ഇറക്കി വിട്ടത്. കാരണം ആ പടം അവർക്കറിയാം അത് വമ്പർ ഹിറ്റ് തന്നെയാണെന്നുള്ളത്. പക്ഷെ അതിന് ശേഷം എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ പടത്തെ പറ്റി അവർക്ക് തന്നെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അതാണ് അവർ കൊടുത്ത ഹൈപ്പിനനുസരിച്ചിട്ടൊന്നും പടം വന്നിട്ടില്ല. 100-ലൊരു 85% പ്രേക്ഷകരും പറയുന്ന ഒരൊറ്റ കാര്യമാണ് ചേട്ടനും പറഞ്ഞത്. ഹൈപ്പ് കൊടുത്തത് ആ ഒരു റേഞ്ച് എത്തിയിട്ടില്ല, പണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞ പ്രേക്ഷകർ, ലൈവായിട്ട് പറഞ്ഞ പ്രേക്ഷകരുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടായിരുന്നു? ആവറേജ് ഹൈപ്പ്, അതാണ് പ്രശ്നം. കാരണം അത്രയും ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനുള്ള ഒരു സിനിമ ഇല്ല.